Hi, my sweet kids. Good morning, all of you. Good morning. How are you all? Today we are studying about vowels. എന്താണ് vowels? മക്കൾക്കറിയാവോ? Look here. A, E, I, O, U. Vowels. A മുതൽ Z വരെയുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനകത്ത് A, E, I, O, U എന്നുള്ള 5 ലെറ്റേഴ്സാണ് vowels. Welcome. Listen me. Look here. A, E, I, O, U. A, E, I, O, U. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചില്ലായിരുന്നോ? ബാറ്റ്, കാറ്റ്, മാറ്റ്. അതിൻ്റെയൊക്കെ നടുക്ക് വരുന്ന ലെറ്റർ ഏതായിരുന്നു? എ ആയിരുന്നു. പെൻ, ഹെൻ, നെറ്റ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ആ സെന്ററിൽ വന്ന ലെറ്റർ ഏതായിരുന്നു? ഇ ആയിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ എന്നൊക്കെ പഠിച്ചത് ഐ വന്നപ്പം പിൻ, ബിൻ. ഓ വന്നപ്പം ഡോഗ്, ഫോക്സ്. യുവിനകത്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചേ? ബൺ, ഗൺ. ഓർക്കുന്നുണ്ടോ? അത് തന്നെ നമ്മൾ ഒന്നുകൂടെ പഠിക്കാൻ പോവുകയാണ്. ഇപ്പൊ എന്താണ് വോക്കൽസ്? നമുക്ക് എ, ഇ, ഐ, ഒ, യു സൗണ്ട്സ് ആണ് വോക്കൽസ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, the letter name is A. Letter name is A. It sounds A. It sounds A. A as in and. A as in and. A as in apple. A as in apple. A as in ant. Next letter E. What's the sound? A. What's the sound? A. A as in elephant. A as in elephant. A as in egg. A as in egg. Next letter I. I. Sound of I. E. E. E as in igloo. E as in igloo. E as in ice cream. Ice cream. വേണം. Next letter O. Sound of O. O. O as in octopus. O as in octopus. O as in orange. Orange. The last one U. What's the letter? What's the sound? Sound of A. A as in umbrella. A as in umbrella. A. A. E. A. I. E. O. O. U. O. The sound of these letters.
Next page. Match the vowel sound with their words and match the pictures with their words. ആ ലെറ്റർ ഉപയോഗിച്ചുള്ള വാക്കിലേക്ക് നമ്മൾ മാച്ച് ചെയ്യണം, പിക്ചറിലോട്ട് നമ്മൾ മാച്ച് ചെയ്യണം. All of you take your term book, take your pencil and eraser. Okay. First one, A. Sound of A. A for fish, wand, cup, pen, clock. The sound of A. Wand. Wand. Try a line. Wand. Where is wand? Wand is here. Wand. Okay. Next one, E. E. A. Where is A sound? Fish, wand, cup, pen, clock. E. Where is E? This is E. Pen. Pen. Where is pen? Pen is here. Draw a line. Draw a line. Next one, I. I. Sound of I. E. E. Fish, cup, clock. Where is I sound word? Fish. Fish. Draw a line. Where is fish? Fish is here. Draw a line. Fish. The next one, O. O. Clock. Where is clock? This clock. Clock. The last one, U. U for sound, cup. Cup. Where is cup? This is cup. Draw a line, cup. A, E, I, O, U. A, E, I, O, U. A, E, I, O, U. ഇതിൻ്റെ ബാക്കി നമുക്ക് പിന്നെ പഠിക്കാം. മനസ്സിലായി? സുഖമാണ് എല്ലാവർക്കും? സുഖമാണ്. അ, ആ, ഇ, ഈ കൂട്ടിയുള്ള എല്ലാ വാക്കുകളും പഠിച്ചു കഴിഞ്ഞോ? നാളെ മിസ് പരീക്ഷ ഇട്ടാൽ എഴുതാൻ റെഡിയാണോ? ആണോ? ചുരുണ്ടോ? ഇത് വേഗം പഠിക്കണേ, നമുക്ക് പരീക്ഷ കിട്ടണ്ടേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാം? ഉ. എന്താണ്? ഉ. ലുക്ക് അറ്റ് ദ ബോർഡ്. ഉ. ഊവിൻ്റെ ചിഹ്നം കണ്ടോ? കുരുപ്പ്. എന്നാ പറയുന്നത്? കുരുപ്പ്. ഊട്ടിയുടെ വാക്ക് പഠിക്കാം. ഊ, ഉടുക്ക്. ഊ, ഉടുക്ക്. ഉടുക്കെന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു സംഗീതവും ഒരു വാദ്യോപകരണമാണ്. സംഗീതത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഉടുക്ക്. അത് നമ്മൾ പഠിക്കുന്നു. ഉറുമ്പ്. ഉറുമ്പിനെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. കുഞ്ഞുറുമ്പ് മുതൽ വലിയ ഉറുമ്പ് വരെ നമുക്ക് എല്ലാവരെയും അറിയാം അല്ലേ? ഉറുമ്പ് ഇങ്ങനെ പരിപരിയായിട്ട് ഉറുമ്പ് പോകുന്ന കാണാൻ നല്ല രസമല്ലേ? ഉറുമ്പിനെ കൊല്ലുവോ? വേണ്ട കേട്ടോ, ഉറുമ്പ് കടിക്കാതെ മാറി നിന്നാൽ മതി. അപ്പോൾ ഉടുക്ക്, ഉറുമ്പ്. പിന്നെ വേറെ കാണാം ഉരൽ. ഉരൽ വീട്ടിലുണ്ടോ? ഉരല് ഇങ്ങനെ ഇടിക്കുന്ന ഉരല് ഉണ്ടോ? അടുത്തത് ഉദയം. സൂര്യൻ ഉദിച്ചു വരിക എന്ന് പറയത്തില്ലേ? ഉദയം. ഉദയം സൂര്യൻ ഉദിച്ചു വരുന്നതിനാണ് ഉദയം. സൂര്യ ഉദയം, ഉദയ സൂര്യൻ്റെയൊക്കെ സൂര്യൻ ഉദിച്ചു വരുന്നതിനാണ്
ഉദയം എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞേ ഉ കുനിപ്പ്, ഉടുക്ക് ഉടുക്ക്, ഒരു വാദ്യോപകരണം, ഉറുമ്പ് ഉറുമ്പ്, ഉരൽ ഉരൽ, ഉദയം ഉദയം. വീട്ടിലെ പുസ്തകം നിവർത്ത് വെച്ച്, നമ്മുടെ മലയാളത്തിലെ പുസ്തകം നിവർത്ത് വെച്ച് അക്ഷരങ്ങൾ പറഞ്ഞു വായിക്കണം. ഉടുക്ക്. ഇക്ക എന്നും നമ്മൾ പഠിച്ചിട്ടില്ല, ഇക്ക നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ആരും അത് എഴുതി പഠിക്കണ്ട കേട്ടോ. ഉറുമ്പ് ഉമ്പായി നമ്മൾ പഠിച്ചിട്ടില്ല. ഉരൽ ഉദയം, ഉദയം നമുക്ക് പഠിക്കാം. ഉരുള നിങ്ങൾ എഴുതാൻ പറ്റുകയല്ലേ? ഇല്ല, താൻ ഓരോ അതിന് മേലോട്ട് വെച്ചത് പറ്റുമോ? ഓക്കെ ഓക്കെ, look at the board. Right. ഉ എങ്ങനെ എഴുതുന്നു നോക്കിയേ. ഈ രണ്ട് ലൈനകത്ത് വന്നിട്ട് അതിന്റെ താഴെ കൂടെ വേണം ഈ വള്ളി വളഞ്ഞു വരാൻ. കണ്ടോ? ഇങ്ങനെ എഴുതിയിട്ട് അതിന്റെ താഴെ കൂടെ വേണം ഇതിങ്ങനെ വളഞ്ഞു വരാൻ. ഊന്റെ ചിഹ്നം ഏതാണ്? കുനിപ്പ്. എന്താണ്? കുനിപ്പ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ രണ്ട് 2 ലൈന് അടിയിൽ വേണം ഇതിങ്ങനെ വരാൻ. കണ്ടോ? ഈ 2 ലൈൻ്റെ അടിയിൽ വേണം ആ കുനിപ്പ് വരാൻ. കുനിപ്പ്. ഊട്ടി നമ്മൾ ഏതൊക്കെ വാക്കാണ് പഠിച്ചത്? ഉടുക്ക്, ഒരു വാദ്യ ഉപകരണമാണ് ഉടുക്ക്. സംഗീതത്തിലൊക്കെ നമ്മൾ കൊട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു വാദ്യ ഉപകരണമാണ് ഉടുക്ക്. മറ്റേത് ഉറുമ്പ്. ഉറുമ്പ് ഉറുമ്പ്, ഉറുമ്പ് ഉറുമ്പ്. അടുത്തത് ഉരൽ. ഉരൽ. പണ്ടൊക്കെ ഉരലിട്ടാണ് ഇടിച്ചുകൊണ്ടിരുന്ന അരിയൊക്കെ പൊടിച്ച് വറുത്ത അമ്മയൊക്കെ പുട്ടുണ്ടാക്കുന്നത്. ഇപ്പോഴാണ് അത് മിക്സിയിലടിക്കുകയും മില്ലിൽ കൊണ്ട് പൊടിക്കുകയൊക്കെ ചെയ്യുന്നത്. പണ്ടൊക്കെ അമ്മമാർ ഇങ്ങനെ ഇട്ട് ഇടിക്കും. ആ ഇടിക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണ് ഉരൽ. എന്തുവാണ്? ഉരൽ. അടുത്തത് ഉദയം. ഉദയം ഉദയം. കണ്ടോ? അപ്പൊ ഇതാ നിങ്ങൾ നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തുറന്ന് വെച്ച് ഉടുക്ക് ഉടുക്ക്, ഉറുമ്പ് ഉറുമ്പ്, ഉരൽ ഉരൽ, ഉദയം ഉദയം. ഇങ്ങനെ ഉറക്കെ വായിച്ച് പഠിക്കണം. പഠിക്കുമോ? പഠിക്കും. ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്നത് ഊന്റെ ചിഹ്നം ഏതാ നമ്മൾ പഠിച്ചു. ഊന്ന് പറയുന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണ് ഈ കുനിപ്പ്. ഊന്ന് പറയുന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണ് ആ കുനിപ്പ്. പഠിച്ചല്ലോ എല്ലാവരും? അതിന് വ്യഞ്ജനാക്ഷരത്തിലൂടെ ചേരുമ്പോൾ എങ്ങനെയാവും നമുക്ക് നോക്കാം. കായുടെ കൂടെ ഊ ചേരുമ്പോൾ കുതിര. ചായയുടെ കൂടെ ഊ ചേരുമ്പോൾ ചുള ചുമ. ടായുടെ കൂടെ ഊ ചേരുമ്പോൾ ടുണ്ടു. ടായുടെ കൂടെ ഊ
കൂമ്പ. പായുടെ കൂടെ ഊ ചേരുമ്പോ പൂ, പുലി. ഇങ്ങനെ എല്ലാ വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെയും ഊവിൻ്റെ ചിഹ്നം ചേർത്ത് നോക്കണം. ഇപ്പം നമ്മൾ ആ, ആ, ഇ, ഈ, ഉ 5 സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. അതിനകത്ത് ആയ് എന്ന അക്ഷരത്തിന് മാത്രമേ ചിഹ്നമില്ല. ആ, ഇ, ഈ, ഉ 4 സ്വരാക്ഷരത്തിന് നമ്മൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു അല്ലേ? അത് നമുക്ക് നോക്കാം. ഓക്കെ, കാ എന്ന വ്യഞ്ജനാക്ഷരത്തിലൂടെ ഈ ചിഹ്നങ്ങളെല്ലാം വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. കാ, നമുക്ക് കാ എഴുതാം. ആദ്യം നമുക്ക് കാ എഴുതാം. കാ, കാ, കീ, കീ, കൂ, കൂ നമ്മൾ പഠിച്ചില്ല അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത അക്ഷരം ഉപയോഗിക്കാം. ച. ച. ഇതിനൊപ്പം ഉറക്കെ പറഞ്ഞേ. ച. ചായയുടെ ദീർഘം ചേർന്നപ്പോ ച. ചായയുടെ കൂടെ വള്ളി വന്നപ്പോ ചി. ചായയുടെ കൂടെ ചുറ്റിക്കെട്ടി വള്ളി വന്നപ്പോ ചീ. ചായയുടെ കൂടെ ഊ വന്നപ്പോ ചു. അടുത്ത ട. ട, ട, ടി, ടി, ടു, ടു, അടുത്ത ത. ത. ഇതിന്റെ പുറകെ പറഞ്ഞേ. ത. താഴെ ദീർഘം കാണുമ്പോൾ നിങ്ങൾ പറയണേ ത. അടുത്ത തീ. തീ, തു. നെക്സ്റ്റ് വൺ ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. പ, പ, പി, പി, പു. പൂട്ട് നിങ്ങളുടെ മിസ്സിന്റെ പേര് തുടങ്ങുന്നേ. പുഷ്പ. ഓക്കെ, ഇപ്പം നിങ്ങളും ഇതുപോലെ ക, കി, കി, കു അങ്ങനെ 5 അക്ഷരം 5 സ്വരാക്ഷരങ്ങളും അതിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എഴുതണം കേട്ടോ. എഴുതിയാലേ നമ്മൾ പഠിക്കത്തുള്ളൂ. എഴുതി വന്നാലേ നമ്മൾ പഠിക്കത്തുള്ളൂ. വാക്കുകളും എഴുതി പഠിക്കണം. എല്ലാ വാക്കും വേണ്ട, നമ്മൾ പഠിക്കാത്ത അക്ഷരങ്ങളുടെ വാക്കുകൾ പഠിക്കണ്ട, അല്ലാതെ പഠിച്ചാൽ മതി. ഓക്കെ, ഇനിയൊരു പാട്ട് പഠിക്കാം. റെഡി? ഓക്കെ, ഈ മിസ്സിൻ്റെ കൂട്ടത്തിൽ ഉറക്കെ പാടി പഠിച്ചു. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാ, മറന്നു പോയോ നോക്കാം. അമ്മ കോഴി മുട്ടയിട്ട് കൊത്തി വിരിഞ്ഞു. നല്ല ആക്ഷനോടെ പാടണം, എന്നാലേ ആ ഭംഗിയുള്ളൂ കേട്ടോ. എല്ലാവരും കയ്യൊക്കെ പിടിച്ചേ. അമ്മക്കോഴിമാർ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയല്ലേ അമ്മക്കോഴി നടക്കുന്നത്, കോഴി കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് കോഴി കുഞ്ഞ് ആ ചിറകിൻ്റെ അടിയിൽ
പുള്ളും പരുന്തും ഒന്നും കൊണ്ടുപോകാതെ പാത്ത് വെക്കും അല്ലേ. അപ്പോൾ അതുങ്ങളുടെ ചിറക് ഇങ്ങനെ വിടർന്നാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ കൈ ഇങ്ങനെ അത് വിടർത്തി പിടിച്ചേ. അമ്മ കോഴി മുട്ടയിട്ടു കൊത്തി വിരിഞ്ഞു, 1 2 3 4 5 കുഞ്ഞുങ്ങൾ, വാലുമില്ല ചിറകുമില്ല കാലു രണ്ടുണ്ട്, കറുത്തതും വെളുത്തതും പുള്ളിയുമുണ്ട്, കിയോം കിയോ കിയോം കിയോ കോഴിക്കുഞ്ഞുങ്ങൾ, കൊക്കോ 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 അമ്മ കോഴിയും. അറിയാമല്ലോ, എങ്കിൽ വേഗം പാടണം. ഓക്കെ. ഹായ്, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. മിസ്സിൻ്റെ മക്കളെ, ഹൗ ആർ യു ഓൾ? വി ആർ ഫൈൻ. ഞങ്ങൾക്ക് എല്ലാം സുഖം അല്ലേ? ഓക്കെ, മിസ്സിന് സുഖം തന്നെ. മിസ് പറഞ്ഞ ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? രാവിലെ എണീക്കുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റോ? സൂര്യൻ ഉദിച്ചു വരുന്നതൊക്കെ കണ്ടോ? മഴയിൽ കുളിച്ച് സുന്ദരിയായി നിൽക്കുന്ന പ്രകൃതിയെ കണ്ടോ? ഇല്ലേ? അമ്മ വിളിച്ചില്ലേ? മിസ് വിളിക്കട്ടെ? രാവിലെ മിസ് ഫോണിൽ കൂടി വിളിക്കട്ടെ? മിസ്സിൻ്റെ മക്കളെ എഴുന്നേൽക്ക്, വിളിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഏതൊക്കെയാണ് ഗുഡ് ഹാബിറ്റ്സ് പഠിച്ച്? ആക്ഷനോടെ മിസ്സിനെ ഒന്ന് കാണിച്ചേ. Wake up early in the morning, pray to God, brush your teeth, take a bath, have breakfast, go to school on time, play every day, go to bed on time. എല്ലാവരും ചെയ്തോ? ഇല്ലേ? ചെയ്യണം. എല്ലാ ദിവസവും കളിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ദൈവത്തോട് പ്രാർത്ഥിക്കണം അല്ലേ? പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? അതുകൂടാതെ രാവിലെ എണ്ണീറ്റ് ആ കട്ടിലേലോട്ടൊന്ന് ഇരുന്ന് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് പോയി ബ്രഷ് ചെയ്യണം. പിന്നെ ബാത്ത് കുളിക്കണം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആരും കഴിക്കാതിരിക്കരുത്. പാലും മുട്ടയും കഴിക്കണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പാൽ എല്ലാ ദിവസവും കുടിക്കണം. പിന്നെ സ്കൂളിൽ പോകണ്ട. സ്കൂളിൽ പോകുന്ന സമയത്ത് കറക്റ്റ് ടൈമിൽ താമസിച്ചൊന്ന് സ്കൂളിൽ വരല്ലേ. സ്കൂളിൽ 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് സ്കൂളിൽ എത്തണം. എല്ലാ ദിവസവും കളിക്കണം. വൈകിട്ട് കളിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്നുകൂടെ കുളിക്കണം. പിന്നെ രാത്രിത്തെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ പോയി ബ്രഷ് ചെയ്യണം. പല്ലൊക്കെ തേച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും ദൈവത്തോട് പറഞ്ഞ് നന്ദി പറയണം. നന്ദി പറഞ്ഞിട്ട് ഗോ ടു ബെഡ്, വീട്ടിൽ പോയി ഉറങ്ങണം. ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. മിസ്സിൽ പറഞ്ഞ ആക്ഷനോടുകൂടി ഒന്ന് പഠിച്ചാൽ മതി. ബാക്കി നിങ്ങൾ പുസ്തകത്തിലെ പോലെ എല്ലാം പഠിക്കണമെന്ന് മിസ് പറയുന്നില്ല. വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, പ്രേ ടു ഗോഡ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ? അതല്ല. ലുക്ക് അറ്റ് ദ ബോർഡ്. I brush my teeth twice a day. ഒരു ദിവസം 2 പ്രാവശ്യം പല്ല് തേക്കണം. Take bath every day. എല്ലാ ദിവസവും കുളിക്കണം. തണുപ്പാ മഴയാന്ന് പറഞ്ഞ് അവർ കുളിക്കാതിരിക്കരുത്. I wash my hands before and after meals. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ അത് കഴിഞ്ഞു നിങ്ങൾ കൈ നല്ലവണ്ണം വാഷ് ചെയ്യണം. I have breakfast every day. രാവിലെ അമ്മ എനിക്ക് വേണ്ട പാല് കുടിച്ച് വയറ് നിറഞ്ഞെന്ന് പറഞ്ഞിരിക്കരുത്. വയറ് നിറച്ച് ആഹാരം കഴിക്കണം. I clean my face, hands and legs after the play. കളി കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാ ദിവസവും കളിച്ച് കഴിഞ്ഞിട്ട് കൈയും കാലും കഴുകണം. I wash my hands after using toilet. മിസ് ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ? ബാത്റൂമിൽ പോയിട്ട് കൈ നല്ലോണം സോപ്പിട്ട് തന്നെ കഴുകണം. Play to I play everybody. I play every day. എല്ലാ ദിവസവും കളിക്കണം. I study well. നല്ലവണ്ണം പഠിക്കണം.
ഓക്കെ, എല്ലാവരും ചെയ്യുമല്ലോ. നിങ്ങളുടെ ടേം ബുക്കിനകത്ത് ഓൾ ഓഫ് യു ടേക്ക് യുവർ ടേം ബുക്ക്, പെൻസിൽ ആൻഡ് ഇറേസർ. ടിക്ക് ദ തിങ്സ് ദാറ്റ് യു യൂസ് ടു കീപ് യുവർ സെൽഫ് ക്ലീൻ. നിങ്ങളെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, വസ്തുക്കൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കി ടിക്ക് ചെയ്യാം. റെഡി? പേസ്റ്റ് ആൻഡ് ബ്രഷ്. പേസ്റ്റ് ആൻഡ് ബ്രഷ് വേണ്ടതാണോ? നമുക്ക് പല്ല് തേക്കാൻ വേണ്ടി ബ്രഷ് ടീത്ത് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് പേസ്റ്റും ബ്രഷും വേണം അല്ലേ? നമുക്ക് പല്ല് തേക്കാൻ ആവശ്യമാണ്, അതുകൊണ്ട് നമുക്കിത് ടിക്കിടാം. പെൻസിൽ, നമ്മൾ ക്ലീൻ ചെയ്യാൻ പെൻസിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, പെൻസിൽ എഴുതാനാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അത് വേണ്ട. കോം, ചീപ്പ് വേണോ? വേണം. ക്ലീനിങ്ങിൽ പെട്ടെന്ന് കാരണം മുടിയൊക്കെ നല്ലോണം ചീകി സുന്ദരിയാകാൻ വേണ്ടി കോം ആവശ്യമാണ്. ടിക്ക് ദ കോം. നെക്സ്റ്റ് വൺ, ക്രിക്കറ്റ് ബാറ്റ് വേണോ? വേണ്ട. നെയിൽ കട്ടർ ആവശ്യമുള്ളത് അല്ലേ? നെയിലൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ്. നമ്മളെ തന്നെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണോ? വേണ്ട. കപ്പ് ആൻഡ് ബക്കറ്റ്, വെള്ളം ഒഴിച്ച കപ്പ് ആൻഡ് ബക്കറ്റ്, നമ്മൾ ബക്കറ്റിൽ വെള്ളം പിടിച്ച് കപ്പ് കൊണ്ട് കോരി ഒഴിക്കുന്ന വെള്ളം അല്ലേ? നമ്മുടെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന, ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മളെ തന്നെ നമുക്ക് വൃത്തിയാക്കുന്നതാണ്. സെപ്റ്റി പെൻ വേണ്ട. സോ നമ്മുടെ ദേഹത്തെ ചെടിയെല്ലാം നമ്മൾ കളയാനും നമ്മുടെ ക്ലീനിന് ഉപയോഗിക്കുന്നതാണ് സോപ്പിന് നമ്മൾ ടിക്കറ്റ്. അപ്പം നമ്മൾ ടിക്കറ്റ് ഏതൊക്കെയാണ്? പേസ്റ്റ് ആൻഡ് ബ്രഷ്, കോം, നെയിൽ കട്ടർ, സോപ്പ്, കപ്പ് ആൻഡ് ബക്കറ്റ്. ഓക്കെ, ഇനി മിസ് ഗുഡ് ഹാബിറ്റിൻ്റെ ഒരു സോങ്ങും കൂടി പഠിപ്പിക്കാം. അതിൻ്റെ വീഡിയോ ഇട്ടേക്കാം. ഓക്കെ. വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. രാവിലെ എണീക്കണം മക്കൾ, 6 o'clock എണീക്കണം കേട്ടോ. പ്രയർ ടു ഗോഡ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ആ കട്ടിലേലിരുന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ബ്രഷ് യുവർ ടീത്ത്. നിങ്ങളുടെ പല്ല് രാവിലെയും രാത്രിയിലും നല്ലവണ്ണം വൃത്തിയായി തേക്കണം. ഡു ദ എക്സസൈസ്. രാവിലെ എണ്ണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചെറിയ എക്സസൈസ് ചെയ്യുന്നത് ഗുഡ് ഹാബിറ്റാണ്. ടേക്ക് ബാത്ത് എവരി ഡേ. എല്ലാ ദിവസവും വൃത്തിയായി കുളിക്കണം. ഗോ ടു സ്കൂൾ ഓൺ ടൈം. സമയത്ത് ഒരുങ്ങി സ്കൂളിൽ കൃത്യസമയത്ത് തന്നെ എത്തണം. ത്രോ വേസ്റ്റ് ഇൻ ബിൻ. വേസ്റ്റ് ബക്കറ്റിൽ തന്നെ നമ്മൾ വേസ്റ്റ് ഇടാവുള്ളൂ, അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയരുത് കേട്ടോ. റെസ്പെക്റ്റ് എൽഡേഴ്സ്. നമ്മളെക്കാടെ മുതിർന്നവർ എല്ലാവരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. പ്ലേ എവരി ഡേ. എല്ലാ ദിവസവും കളിക്കണം. സ്കൂളിലൊക്കെ പോയിട്ട് വൈകുന്നേരം വീട്ടിൽ വന്ന് നല്ലവണ്ണം കളിക്കണം. ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. നല്ല ശുദ്ധമായ വെള്ളം ധാരാളം കുടിക്കണം, അത് ശരീരത്തിന് അത്യാവശ്യമാണ്. സ്റ്റഡി വെൽ. എല്ലാ ദിവസവും റീഡിങ് ചെയ്യണം, ഒപ്പം ഹോംവർക്ക് ചെയ്യണം, നല്ലവണ്ണം പഠിക്കണം. ഏർലി ടു ബെഡ്. നേരത്തെ കിടന്നുറങ്ങണം. കൊച്ചു ടി വിയൊക്കെ കണ്ട് രാത്രി വരെ ഇരിക്കരുത്. രാവിലെ നേരത്തെ എണീക്കണമെങ്കിൽ നേരത്തെ ഉറങ്ങണം. Hope all are fine. Today we are studying about letter A. Sound A. Look at the board. P A N. Pan. Say P A N. Pan. Next one. R A T.
rat. R-A-T, rat. Say loudly all of you. B-A-T, bat. B-A-T, bat. T-A-P, tap. T-A-P, tap. H-A-T, heart. H-A-T, heart. These are A sound words. Pan, bat, tap, heart, rat. Look at the pictures. Write A in the middle of the word. ഈ വേർഡ്സിന് നടുക്ക് നമ്മൾ എ എന്നുള്ള ലെറ്റർ എഴുതണം. എ ആ സൗണ്ട്. All of you take your pencil and eraser and write P-A-N, pan. R-A-T, rat. B-A-T, bat. T-A-P, tap. H-A-T, hat. Look here. In, pan. നമ്മൾ എല്ലാ ലെറ്റേഴ്സിൻ്റെ സൗണ്ട് പഠിച്ചില്ലായിരുന്നു. ആ സൗണ്ട് ഉപയോഗിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഓരോ വേർഡ്സും തന്നെ പറയാൻ പറ്റും. മോർ വേർഡ്സ് ഷോൺ എ സൗണ്ട്. താഴെ കുറച്ച് വേർഡ്സുകൾ കിടപ്പുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ക്യാറ്റ്, മാറ്റ്, ബാറ്റ്, ഫാറ്റ്, സാറ്റ്, പാറ്റ്, ഫാൻ, വാൻ, cap, laugh, buy, tap, cow, jam, barn, tan. A sound words, കുറച്ച് സൗണ്ടുകൾ നമ്മൾ പഠിക്കുമായിരുന്നു അല്ലേ? കുറച്ച് സൗണ്ട് എ സൗണ്ട് ഉപയോഗിച്ചുള്ള കുറച്ച് വാക്കുകൾ നമ്മുടെ പറയുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം പാൻ അറിയാമല്ലോ. വാട്ട് ഈസ് ദിസ് പാൻ? P-A-N, പാൻ. അമ്മ വീട്ടിൽ കറിയൊക്കെ വെക്കാൻ പാൻ അല്ലേ? റാറ്റ് അറിയാമല്ലോ എലിക്കുട്ടനെ, റാറ്റ്. ബാറ്റ് നിങ്ങൾ കളിക്കുന്ന ബാറ്റാണ്. ടാപ്പ് വെള്ളം വരുന്ന ടാപ്പ്. ഹാറ്റ് തലയിൽ വെക്കുന്ന ഹാറ്റ്. അപ്പോൾ ഈ വേർഡ്സ്, ഈ 5 വേർഡ്സ് നമുക്ക് എഴുതി പഠിക്കണം. ഈ 5 വേർഡ്സ് നമുക്ക് എഴുതി പഠിക്കണം. 5 വേർഡ്സ്. ഓക്കെ. ഇനിയും നെക്സ്റ്റ് പേജ്. ബ്ലെൻഡ് ആൻഡ് റൈറ്റ്. Look at the book. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ നോക്കിയേ. K plus R plus T, cat. You write this side C A T, cat. C A T, cat. C A T, cat. ഓരോ വേർഡ്സിന്റെ നേരെയുള്ള ലൈനിൽ നിങ്ങൾ ഇതുപോലെ എഴുതാം. പ്ലസ് ആർ പ്ലസ് ടി, മാർച്ച്. പ്ലസ് ആർ പ്ലസ് റാറ്റ്. പ്ലസ് ആർ പ്ലസ് എൻ, one. B plus R plus N, one.
ഭ ആ ഘ bag. A sound words മനസ്സിലായോ മക്കൾക്ക്? നമ്മൾ BAT ബാറ്റ് CAT ക്യാറ്റ് നിങ്ങൾ പഠിച്ച പോലെ തന്നെ ബ അ ഠ ആ സൗണ്ട് ഉപയോഗിച്ച് പഠിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോൾ നമ്മൾ ആ സൗണ്ട് നമ്മൾ തിട്ടമാകും, നമുക്ക് മനസ്സിലാകും നല്ലോണം. അങ്ങനെ പഠിക്കുമോ? പഠിക്കും. ഓക്കെ, മിസ്സിന് ആക്ഷൻ സോങ് പഠിപ്പിക്കട്ടെ. Have you seen a teapot in your house? Yes, of course you have. Today we will sing a teapot song. Are you ready? Yes. Teapot കണ്ടിട്ടുണ്ടോ മക്കളെ? ഉണ്ടോ? എന്തുവാ ടീപ്പോട്ട്? സാധാരണ എവിടാ ടീപ്പോട്ട് ഇരിക്കുന്നത്? അടുക്കളയിലിരിക്കുന്നല്ലേ. നമ്മൾ ചായ ഊറ്റി ഇങ്ങനെ കുടിക്കുന്ന, ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്ന അതാണ് ടീപ്പോട്ട്. കണ്ടിട്ടുണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കണം, അമ്മയുടെ കൈ കാണും. ഓക്കെ, നമ്മൾ ടീപ്പോട്ട് പാടാം. സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ് ഓൾ ഓഫ് യു. കൈ ഇങ്ങനെ കൂടെ ചേർത്ത് പിടിച്ചേ. ഇപ്പം നിങ്ങളെല്ലാവരും മിസ്സിൻ്റെ മക്കളല്ല കേട്ടോ, നിങ്ങളെല്ലാവരും ടീപ്പോട്ടാണ്. നിങ്ങൾക്കെല്ലാം ടീപ്പോട്ടാകാൻ ആഗ്രഹമുണ്ടോ? ഈ കൈ പിടിച്ചു, ഇങ്ങനെ പിടിച്ചു. മിസ്സിൻ്റെ കൂട്ടത്തിൽ പാടണം. I am a little teapot, short and stout. Sing loudly. First I will sing, after that you repeat it. Okay? Sing loudly. I am a little teapot, short and stout. This is my handle, and this is my spoon. When the water is boiling, hear me shout. Just lift me up and pour me out. Once more. I am a little teapot, short and stout. This is my handle, this is my spoon. When the water is boiling, hear me shout. Just lift me up and pour me out. ഇഷ്ടമായോ? എങ്കിൽ വേഗം ഈ ആക്ഷൻ സോങ് പഠിച്ചിട്ട് മിസ്സിന് അതിൻ്റെ വീഡിയോ അയച്ചു തരണം കേട്ടോ. ബൈ. Hi babies. Hello. Good morning. How are you all? Are you fine today? Okay. Are you happy today? Okay. Then welcome back to our maths class. Are you happy to learn maths? Okay. Maths is a good subject, isn't it? Okay. In our last maths classes, we learned big, small, heavy, light, then more, less, etc. The comparison we learned. You know which is big one, which is small one, which is heavy one, which is light one, which has more, which is less, etc. Then today another comparison. I can introduce you another comparison. The new comparison is tall and short. Tall and short. What is mean by tall? The tall thing means ഉയരമുള്ള. ഉയരമുള്ള എന്ന വാക്കിനെ സൂചിപ്പിക്കാൻ ടോൾ യൂസ് ചെയ്യുന്നു. ഷോർട്ട്, വാട്ട് ഈസ് മീൻ ബൈ ഷോർട്ട്? ഉയരം കുറഞ്ഞ. ഉയരം കുറഞ്ഞ എന്ന അർത്ഥമാണ് ഷോർട്ടിന് യൂസ് ചെയ്യുന്നത്.
There is another word, this comparison short, long and short. There also we can use short. അല്ലേ? നീളമുള്ള, നീളം കുറഞ്ഞ എന്ന് പറയുന്ന സ്ഥലത്തും നാം ഷോർട്ട് യൂസ് ചെയ്യാറുണ്ട്. Here the meaning of short is പൊക്കം കുറഞ്ഞ. Tall, short. Tall, short. Which thing you know? The tall thing or short thing? Comparing you, your papa is tall one. You are short one. Your mama is also tall one. You are short one. Your elder brother or your elder sister is tall one and you are short one. Then you are tall, your baby is short, isn't it? Have you any baby? Okay. If you have one baby, then you are the tall one, the baby is the short one. Yes. Then you compare the things in our nature. The tree is tall one. The plant is short one. Big tree is tall one. Small rose plant or any plant, they are short. Trees are tall, plants are short. Giraffe is tall, rabbit is short. Isn't it? Ostrich. Do you know ostrich? Pattakapakshi. Ostrich is tall. Hen is short. Hen. മുട്ടയിടുന്ന കോഴി, പിടക്കോഴി, hen. Short അല്ലേ? Ostrich is tall. Hen is short. Next, which one you know? Tall and short things. Pencil or eraser. Then keep the pencil next this time. Keep the pencil this time and the eraser is here. Assume here is the eraser. Then the pencil or this pen. This is a pen. Pen is tall one. The eraser is short one. I will show you another things that they are tall one and short one. Comparing these two things, this is the tall one and this is the short one. This is the short one. This is the tall one. And comparing another two things, this is the tall one and this is the short one. This is the short one. This is the tall one. Have you seen the tall one and short one? Search in your home the items, compare you which one is tall, which one is short, and send me the video of tall and short. Then I will show you the picture. Some pictures are here. They are tall and look here. Here is one ostrich and one cock. Which one is the tall one? Cock or the ostrich? The ostrich is the tall one. Cock is the short one. Another picture is here. One coconut tree and one rose plant. Which one is the short one? This coconut tree or this rose plant? The rose plant is short one. The coconut tree is the tall one. Another picture also is here. One giraffe and one fox. Which one is the tall one? Fox or giraffe? Okay, giraffe is the tall one and fox is the short one. This page is not from your text. This is the short one. This page is not from your text. Here is your text page. Tall and short.
Here is one father and son. This is the father and this is the son. Which one is tall one? The father is the tall one and the son is the short one. And here is also the ostrich and hen. Which one is the tall one? Ostrich is the tall one. Thus we can write T here. And S for the short. This hen is short. Thus we can write S here. Short one. Here also the coconut tree and rose plant. Which one is the short one? Short one is the rose plant. Thus we can write S here. And the tall one coconut tree. Thus we can write T here. Have you seen the pictures of tall and short? Then, okay, now we are comparing three things. Three things are here. Then we learned the big, bigger and biggest. Learned, isn't it? Thus, like big, bigger and biggest, there are three words another. Tall, taller, tallest. Tall, taller, tallest. If there are three things, three trees are there. Assume three trees are there. One tall tree, another tall tree, another tall tree. Three trees are there. Then comparing with these three trees, the first tree is tall one. Comparing to any plant, the first tree is tall one. Second tree is taller one. Second tall tree. Third tallest tree. Third tree is tallest. Three trees അവിടെ ഉണ്ടെങ്കിൽ, മൂന്ന് ട്രീസ് ഉണ്ടെങ്കിൽ ട്രീസ് സാധാരണയായി ടോൾ ട്രീ എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ ആദ്യത്തെ പൊക്കമുള്ള ട്രീനെ നമ്മൾ ടോൾ ട്രീ എന്ന് പറയും. കുറച്ചുകൂടി പൊക്കമുള്ള ഒരു ട്രീ ഉണ്ടെങ്കിൽ എന്ത് പറയും? ടോളർ ട്രീ എന്ന് പറയും. അല്പം കൂടി ഉയരമുള്ള, ഏറ്റവും ഉയരമുള്ള ട്രീക്ക് എന്ത് പറയും? ടോളസ്റ്റ് ട്രീ എന്ന് പറയും. Like any three things we can compare like this: tall, taller, tallest. Understood? No? Then you learned the big section big, big, bigger, biggest. Like that, the tall items, any tall items, we can compare three items there: tall, taller, tallest. Tall, taller, tallest. Three items. Look here in your text. Look here. Here are three trees. I told you trees are tall. The first one is the tall tree. The second tree is taller than this tall tree. So we can say the second one is the taller tree. The third one, here is one coconut tree. The coconut tree is the tallest one. Comparing these three trees, the coconut tree is the tallest one. Next picture, put a tick tallest one in the box. Here are three things: one ostrich, one giraffe and one deer. Which one is the tallest one? All these are tall one. Comparing to these three pictures, the deer is the tall one and the ostrich is the taller than deer. So we can say the ostrich is the taller one. And the tallest one, which is the tallest one? This is the tallest one. The giraffe is the tallest one. So we can give a tick on this circle, the giraffe's circle. Put a tick mark here. This is the tallest animal. I think you understood the comparison of tall, taller, tallest, short and tall, etc.
Are you satisfied this maths class? Any difficulty? No? Okay. I think all you understood the segment. Then we will see next maths class. Till then, bye bye.